ജ്ഞാനായ സമുദായത്തെ പാത്രിയാർക്കീസ് കൈപ്പിടിയിൽ ഒതുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് സമുദായക്കാർ. വിരുന്നുകാരൻ വീട്ടുകാരനായതുപോലെ സമുദായത്തിൽ കയറി കളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് സമുദായക്കാർ തന്നെ പറയുന്നത്. പാത്രിയാർക്കീസ് ബാവയുടെ കയ്യിൽ നിന്ന് ഈ മലങ്കരയുടെ മണ്ണിൽ വെച്ച് തന്നെ മഞ്ചാടിക്കുരു താഴെ പോകുന്നത് പോലെ കർത്താവിന്റെ തിരുശരീരം എത്ര തവണ താഴെ പോയി. താഴെ വീണ കപ്പലണ്ടി പെറുക്കുന്ന ലാഘവത്തോടെ അത് എടുക്കുന്നതുമൊക്കെ സമുദായക്കാർ ലൈവായി തന്നെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇതിനു മുമ്പും നിർഭാഗ്യവശാൽ ചില വൈദികരുടെ കയ്യിൽ നിന്നും കുർബാന അപ്പം താഴെ പോയിട്ടുണ്ട്. എന്നാൽ നുറുങ്ങിയ ഹൃദയത്തോടെ ത്രോണോസിന് മുൻപിൽ മുട്ടുകുത്തി കണ്ണുനീര് വീഴ്ത്തി കരഞ്ഞു പ്രാർത്ഥിച്ച് ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി തിരികെ വന്ന് കമിഴ്ന്നു വീണ് നാക്കുകൊണ്ട് കർത്താവിന്റെ തിരുശരീരം നക്കിയെടുത്ത് സ്വയം സ്വീകരിക്കുന്ന ഒരു ശ്ലൈഹിക പാരമ്പര്യവും ജ്ഞാനായ സമുദായത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ പല വിദേശ മാധ്യമങ്ങളും പാത്രിയാർക്കീസ് ബാവയ്ക്കൊപ്പം ചില പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നതും എയർപോർട്ടിൽ ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് പലരും കണ്ടിട്ടുമുണ്ട്. ടിക്കറ്റ് വെച്ച് മദ്യത്തിന്റെ അകമ്പടിയോടെ ഡിന്നർ നടത്തി പൈസ പിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഭൂമി മലയാളത്തിലുള്ള എല്ലാ നാണായക്കാരും പരസ്പരം ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇത് നമ്മുടെ പരിശുദ്ധനായ കരീം ബാവയല്ലേ, നല്ല ഷേപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ സത്യമാണോ എന്ന്. ആരായാലും ചോദിക്കില്ലേ, ഒരു രാജാവ് ഭരണം നടത്തേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാകണം. ജനങ്ങളെ കേൾക്കാതെ ഏകാധിപതി ആയവരുടെ കാര്യം ചരിത്രം രേഖപ്പെടുത്തും. ജ്ഞാനായ സമുദായത്തിലെ സാധാരണ ജനങ്ങളെയാണ് വിമത കൂട്ടർ കഞ്ഞിക്കുഴി അടിമകൾ എന്ന വിളിച്ച് സ്ഥിരം അപമാനിക്കുന്നത്. സാധാരണ ജ്ഞാനായക്കാർ ഇസ്രയേലിന്റെ ജീവനുള്ള ദൈവത്തോടും പ്രാർത്ഥിക്കുന്നവരാണ്. വിമതന്മാരും യാക്കോബായക്കാരും ചേർന്നാൽ ജ്ഞാനായ സമുദായത്തെ വിഴുങ്ങാൻ പറ്റുമെന്ന പാത്രിയാർക്കീസ് ബാവയുടെ വിചാരം. പക്ഷെ അത് നടക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് സമുദായക്കാർ.